ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമ്മേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. അവൾക്ക് ഇത് 6-ാം മാസമാണ്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. യേശുവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ദൈവമാതാവിൻ്റെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഓരോ ഒറ്റുനോമ്പും കടന്നു വരുമ്പോൾ നമുക്ക് ഓരോരോ ജീവിത മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ അമ്മ പറഞ്ഞ പോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന്. വേളയിൽ കഴിഞ്ഞ വർഷം നമ്മൾ 8 നോയമ്പെടുത്ത എത്രയോ പേർ ഈ ഭൂമിയിലുണ്ടോ എന്ന് നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നന്ദിയുടെ ഒരു വാക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളൂ. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളും ഓർക്കാൻ വയ്യാത്ത അവസരങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എങ്കിലും ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാൻ ഓരോ അമ്മമാർക്കും സാധിക്കണം. യേശുവിൻ്റെ അമ്മ തൻ്റെ മകന് ജന്മം നൽകി. ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെയും ആ അമ്മ സഹിച്ച കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ പിറുപിറുക്കും, നമ്മൾ ദേഷ്യപ്പെടും, നമ്മുടെ ജീവിതത്തിൽ നമുക്കത് താങ്ങാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ യേശുവിൻ്റെ അമ്മ എല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചു. അവൾ ഗാഢമായിട്ട് ചിന്തിച്ചു, എൻ്റെ തമ്പുരാൻ അറിയാതെ എനിക്കിതൊന്നും സംഭവിക്കില്ല എന്ന് അവൾക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. നമുക്ക് നമ്മെ തന്നെ ഒന്ന് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ലോകമോഹങ്ങൾ കൊണ്ട് നമ്മൾ നട്ടോട്ടം ഓടി ജീവിക്കുമ്പോൾ നമ്മൾ എത്ര നേരം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങളുമായിട്ട് കടന്നു വരുന്നുണ്ട്. നിന്റെ ഭാരവും നിന്റെ പ്രയാസവും എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ താങ്ങി നിർത്തും. യേശുവിൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൊന്നു തമ്പുരാൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കാം. സ്നേഹനിധിയായ ഈശോയെ, വിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ പൊന്നു തമ്പുരാനെ, ഈ ഇടവകയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ. അമ്മേ, ഈ മക്കളെ അമ്മ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഈ മക്കളെ അമ്മ കാത്തു പരിപാലിക്കണമേ. ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളും അമ്മയുടെ പുത്രനോട് ചോദിച്ച് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനവധിയായ നന്മകൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വിശദീകരിക്കണമേ.